എല്ലാവർക്കും നമസ്കാരം. ഇത് കിക്ക് ഓഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. സെമി ഫൈനലിൽ ആരൊക്കെ ഏറ്റുമുട്ടുമെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആദ്യ സെമി ഫൈനലിൽ ചെൽസി ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിനെ നേരിടുമ്പോൾ രണ്ടാം സെമി ഫൈനലിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-യെ നേരിടുകയാണ്. ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസും സൗദി വമ്പന്മാരായ അൽ ഹിലാലും തമ്മിലായിരുന്നു. ഇപ്പോൾ സൗദി പ്രൊജക്ടിൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബ്ബാണ്. മികച്ച താരങ്ങളാണ് അവിടെ കളിക്കുന്നത്. അപ്പോൾ അവരുടെ മാനേജർ എന്ന് പറയുന്നത് ഇന്റർ മിലാനെ ചാമ്പ്യൻസ് ലീഗ് വരെ എത്തിച്ച ഇൻസാഗിയ. പിന്നെ ഫ്ലുമിനൻസിന്റെ മെയിൻ അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തിയാഗോ സിൽവയാണ്. പ്രൈം ടൈം പന്ത് കളിക്കുന്നത് പോലെയാണ് തിയാഗോ സിൽവ ഇപ്പോഴും കളിക്കുന്നത്. ഈ തിയാഗോ സിൽവ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഭൂരിഭാഗവും അദ്ദേഹം കളിച്ച ലീഗ് 1 PSG-ക്ക് വേണ്ടി ആയതുകൊണ്ട് നമ്മളൊന്നും അധികം അത്ര വലിയ കളിയൊന്നും അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ 36-ാം വയസ്സിലാണ് അദ്ദേഹം ചെൽസിയിലേക്ക് വരുന്നത്. അവിടെ ചാമ്പ്യൻസ് ലീഗ് നേടുന്നു. അവരുടെ ചെൽസിയുടെ ഡിഫൻസിനെ നയിച്ചത് തന്നെ ആ തിയാഗോ സിൽവയായിരുന്നു. ഇപ്പോൾ ഫ്ലുമിനൻസ് സെമി വരെ എത്തി നിൽക്കുകയാണ്. അവരെ നയിച്ചതും ഈ തിയാഗോ സിൽവയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ക്വാളിറ്റിയും ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഫ്ലുമിനൻസ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പിന്നെ അവരുടെ മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഫാബിയോ. 44 വയസ്സാണ് ചങ്ങാതിക്ക്. ഇപ്പോഴും അദ്ദേഹം ക്ലച്ച് മൊമെന്റുകൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മത്സരത്തിൽ അൽ ഹിലാലുമായിട്ടുള്ള മത്സരത്തിൽ ഒരു സെറ്റ് പീസിൽ നിന്ന് കുലിബലിയുടെ ഒരു ഹെഡർ, ഗോളെന്ന് ഉറപ്പിച്ച ഒരു ഹെഡറായിരുന്നു അദ്ദേഹം തട്ടിക്കളഞ്ഞത്. വേറൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ ബ്രസീലിന്റെ നാഷണൽ ടീമിനോട്, അതായത് സീനിയർ ടീമിന് വേണ്ടി ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജൂനിയർ ടീമിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ സീനിയർ ടീമിൽ ഇതുവരെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. ഈ 44-ാമത്തെ വയസ്സിലും അദ്ദേഹം ക്ലച്ച് മൊമെന്റുകളിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ര മനോഹരമായ കാഴ്ചയാണ്. കഴിഞ്ഞ മത്സരത്തിൽ 2-1 അൽ ഹിലാലിനെ അവർ പരാജയപ്പെടുത്തിയത്. പിന്നെ രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസ് ചെൽസിയുമായിട്ടുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ചെൽസി 2-1 വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചെങ്കിലും പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ഒരു ടീമല്ലായിരുന്നു ഈ പാൽമിറാസ്. എസ്തവാ വില്യാനാണ് അവർക്ക് വേണ്ടി ഒരു ഗോൾ നേടിയത്. അപ്പം ചെൽസി ആരാധകരെ സംബന്ധിച്ചോളം ആ ഗോൾ അവർക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. കാരണം അടുത്ത സീസണിൽ ഈ എസ്തവാ വില്യാൻ കളിക്കാൻ പോകുന്നത് ചെൽസിക്ക് വേണ്ടിയാണ്. അത്ര മനോഹരമായ ഒരു ഗോളായിരുന്നു. ഹോൾവിൽ അദ്ദേഹത്തിന് വീക്ക് ഫൂട്ടിലേക്ക് ആ പന്ത് അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ആ വീക്ക് ഫൂട്ടിൽ നിന്നും അദ്ദേഹം നേടിയ ഒരു ഷോട്ട് എത്ര മനോഹരമായിരുന്നു. എസ്തവാ വില്യാൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന ഒരു ഗോളായിരുന്നു അത്. ആ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും ആ എസ്തവാ വില്യാനാണ് നേടിയത്. മത്സരശേഷം കോൾ പാൽമർ അദ്ദേഹത്തെ ചെൽസിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ലെന്നാണ് കോൾ പാൽമർ പറഞ്ഞത്. ആ ലാംഗ്വേജ് ഒരു പ്രശ്നമുണ്ട്. അത് തിരിച്ച് ഇവിടെ ചെൽസിയിലേക്ക് വരുമ്പോഴൊക്കെ അത് ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെൽസി സെമിയിലേക്ക് വരുമ്പോൾ എൻസോ മരസ്കയുടെ പ്രധാന തലവേദന എന്ന് പറയുന്നത് ഡെലാപ്പ് ഇപ്പോൾ സസ്പെൻഷനിലാണ്, കോൾവിൽ സസ്പെൻഷനിലാണ്. അപ്പോൾ ഡെലാപ്പിന് പകരം ജാവോ പെഡ്രോ ആയിരിക്കും കളിക്കുന്നത്. ചെൽസിയുടെ ഇപ്പോഴത്തെ ഗെയിം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഗെയിമാണ്. പുതിയ താരങ്ങളൊക്കെ വന്ന് ഈ സിസ്റ്റവുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട്. എൻസോ മരസ്കയുടെ പുതിയ സിസ്റ്റവുമായിട്ട് അഡാപ്റ്റ് ആണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു കോച്ചാണ് ഈ എൻസോ മരസ്ക എന്ന് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഡെലാപ്പിന് ശേഷം വന്ന ജാവോ പെഡ്രോ ഒക്കെ മനോഹരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ആന്ദ്രേ സാന്റോസ് കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി ആദ്യമായിട്ട് ടീമിൽ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ മനോഹരമായി ഓൺ ദ ബോളും ഓഫ് ദ ബോളും നല്ല പെർഫോമൻസ് ആണ് ആന്ദ്രേ സാന്റോസ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ റീസ് ജെയിംസ് ആണ് ആ മധ്യനിരയിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ വാമപ്പ് സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു ഇഞ്ചറി പറ്റുന്നു. അപ്പോഴാണ് ആന്ദ്രേ സാന്റോസിന് ഒരവസരം വീഴുന്നത് ആദ്യ മത്സരം. പക്ഷേ ആ അവസരം അദ്ദേഹം മനോഹരമായി ഉപയോഗിച്ചെന്ന് പറയാം. ഓൺ ദ ബോളും ഓഫ് ദ ബോളും ഏരിയൽ ഡ്യൂലുകളൊക്കെ വിൻ ചെയ്യുന്നതിൽ ആന്ദ്രേ സാന്റോസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വരും മത്സരങ്ങളിൽ അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ചെൽസി ഒരു വേറെ ലെവൽ ടീമായിരിക്കും. മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ PSG നേരിട്ട് ബയൺ മ്യൂണിക്കിനെയാണ്. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് 2-0. PSG എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം അവർ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കുന്ന, അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ഈ PSG. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് ബയൺ മ്യൂണിക്കിനെ 2-0 തോൽപ്പിക്കുന്നു. മത്സരത്തിൽ അവർ 10 വരെയായിട്ട് ചുരുങ്ങിയെങ്കിലും വളരെ മനോഹരമായിട്ടാണ് അവർ കളിക്കുന്നത് തന്നെ. അവരുടെ കളി കാണുന്നത് തന്നെ ഒരു അഴകാണ്. മത്സരത്തിൽ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ, മത്സരത്തിൽ ജമാൽ മുസിയാലയ്ക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ഒരു ആംഗിളിന് ഒരു ബെൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 8-9 മാസം അദ്ദേഹം കളത്തിന് പുറത്തായിരിക്കും. അദ്ദേഹം വളരെ ശക്തിയോടെ പഴയ അതേ കളിമുഖോടെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നാലാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡ് നേരിട്ടത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെയാണ്. 3-2 റയൽ മാഡ്രിഡ് ജയിച്ചു കയറി. വളരെ മനോഹരമായ ഒരു ഗെയിമാണ് സാബി അലോൻസോയുടെ കീഴിൽ റയൽ മാഡ്രിഡ് കളിക്കുന്നത്. ചിലപ്പോൾ 3 അറ്റ് ദ ബാക്ക് സിസ്റ്റത്തിലും ചിലപ്പോൾ 4 അറ്റ് ദ ബാക്ക് സിസ്റ്റത്തിലും ഒക്കെ റയൽ മാഡ്രിഡ് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ടൂർണമെൻറ്റിൻ്റെ അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഗോൺസാലോ ഗാർഷിയ എന്ന ഒരു സ്ട്രൈക്കറാണ്. അവരുടെ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള 21-കാരനായ ഗോൺസാലോ ഗാർഷിയ. ഫിഫ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററും അദ്ദേഹമാണ് ഈ സീസണിൽ. വളരെ മനോഹരമായ ക്ലച്ച് മൊമെന്റുകളിലൊക്കെ അദ്ദേഹം ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റൂഡ് വാൻ നിസ്റ്റൽറൂയിയെയും റൗൾ ഗോൺസാലസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഈ ഗോൺസാലോ ഗാർഷിയ എന്ന് പറയുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് ആകേണ്ട വശങ്ങളുണ്ടെങ്കിലും പോയ മത്സരങ്ങളിൽ അദ്ദേഹം ഇമ്പ്രൂവ്മെൻ്റ് ആകുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ആൻസലോയുടെ സിസ്റ്റത്തിൽ അദ്ദേഹം വിജയിക്കാതിരുന്ന ഫെറാൻ ഗാർഷിയ സാബിയുടെ സിസ്റ്റത്തിൽ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മത്സരം അദ്ദേഹം ഒരു ഗോൾ നേടി. പിന്നെ മൂന്നാമത്തെ ഗോൾ നേടിയത് കൈലിയൻ എംബാപ്പയാണ്. അത് ബെഞ്ചിൽ നിന്നാണ്
അദ്ദേഹം വന്നത്. ഇപ്പം ഗോൺസാലോ ഗാർഷ്യയുടെ ഈ ഫോം കാരണം എംബാപ്പയ്ക്ക് വരെ ബെഞ്ചിലാകേണ്ട ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പം ബെഞ്ചിൽ നിന്ന് വന്ന എംബാപ്പയും ഗോൾ നേടുന്നു. ഇത്ത മത്സരത്തിൽ ആദ്യം ആരെ ഇറക്കണം എന്നുള്ളത് സാബി അലോൺസോയ്ക്ക് വളരെ സുഖമുള്ള ഒരു തലവേദനയായിരിക്കും സൃഷ്ടിക്കുക. ആർഡ ഗുലറിന്റെ പാസിൽ നിന്ന് എംബാപ്പെ ഒരു അക്രോബാറ്റിക് കിക്കിലൂടെയാണ് ഗോൾ നേടുന്നത്. ആ ഗോൾ നേടിയ ശേഷം ഡിയേഗോ ജോട്ടയ്ക്ക് ഒരു ട്രിബ്യൂട്ട് നൽകി അദ്ദേഹത്തിന്റെ നമ്പറായ 20 കാണിച്ചുകൊണ്ടാണ് അത് ആഘോഷിക്കുന്നത്. പിന്നെ റയൽ മാഡ്രിഡിൽ സാബി അലോൺസോയുടെ പുതിയ സിസ്റ്റത്തിൽ വളരെ മനോഹരം ഇൻക്രെഡിബിൾ പെർഫോമൻസ് കാണിച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണ് ആർഡ ഗുലർ. അദ്ദേഹം ഈ കഴിഞ്ഞ മത്സരത്തിൽ 2 അസിസ്റ്റുകളാണ് ആർഡ ഗുലർ നൽകിയത്. അദ്ദേഹം ലോങ് ബോളുകളൊക്കെ അദ്ദേഹം നൽകുന്നത് എത്ര കൃത്യമായിട്ടാണ്. ശൂന്യതയിൽ നിന്ന് ഗോൾ ചാൻസ് സൃഷ്ടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ഈ ആർഡ ഗുലർ. ഈ അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ സാബി അലോൺസോയ്ക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു പ്രകടനമാണ് ഈ ആർഡ ഗുലർ ഇപ്പോൾ കാണിച്ചു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സെമി ഫൈനലിൽ ആരൊക്കെ ജയിക്കും? ഫൈനലിൽ ആരൊക്കെയായിരിക്കും ഏറ്റുമുട്ടും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.